ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ രണ്ട് വ്യത്യസ്ത തരമായിട്ടുള്ള വീഡിയോ ലിങ്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് HDFC ബാങ്കിന്റെ തന്നെ ഒന്ന് നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതും, അതായത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബാങ്കിന്റെ നിങ്ങളുടെ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ഏത് ക്വാളിഫിക്കേഷന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കം കാണും. അപ്പോഴത്തേക്ക് HDFC ബാങ്ക് അതിനു വേണ്ടിയിട്ട് ഒരു പുതിയ അവരുടെ ഇതിനകത്ത് വെബ്സൈറ്റിൽ ഒരു പുതിയ രീതി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് അവര് ഇന്ത്യയിലുള്ള ആർക്കും അപ്ലൈ ചെയ്യുവാനുള്ള, ഓൺലൈനിൽ അപ്ലൈ ചെയ്യുവാനുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയി നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ ആ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ യോഗ്യത, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഏജ് എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചുള്ള ഒരു CV ആദ്യം തയ്യാറാക്കുക, ബയോഡേറ്റ തയ്യാറാക്കിയിട്ട് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുക. അപ്പം ആ ഒരു ലിങ്ക് ഞാൻ രണ്ടാമതാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ഈ കേരളത്തിൽ നമുക്ക് ആൾ ഓവർ ഇന്ത്യയിൽ അവരുടെ വേക്കൻസി ഉണ്ട്, ഒരുപാട് വേക്കൻസി ഉണ്ട്. അപ്പം അതിനകത്ത് തന്നെ കേരളത്തിലുണ്ട്, കൊച്ചിയിലുണ്ട്, കോട്ടയത്തുണ്ട്, മൂവാറ്റുപുഴയിലുണ്ട്, തൃശ്ശൂരിലുണ്ട്, കണ്ണൂരിലുണ്ട്. അപ്പം ഈ HDFC ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ച് ഈ ഡിസ്ട്രിക്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വേക്കൻസിയും ഉണ്ട്. അപ്പം ആ വേക്കൻസിയെ പറ്റിയാണ് ഞാൻ ആദ്യം പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ രണ്ട് ലിങ്കും തരും. ഒന്ന്, നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ ഏതൊക്കെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനുള്ള, നിങ്ങൾക്ക് അറിയത്തില്ല ബാങ്കിൽ ഏത് വേക്കൻസി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ബാങ്കുകാർക്ക് അറിയാമല്ലോ. നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവര് നിങ്ങളുടെ ആ CV കണ്ടിട്ട് അതിനനുയോജ്യമായി അവർ നിങ്ങൾ ഓൺലൈൻ കൊടുക്കുന്ന ഡീറ്റെയിലും CVയും കണ്ടിട്ട് അത് അവരുടെ ഏതെങ്കിലും ഒരു പോസ്റ്റുമായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ അവർ നിങ്ങളെ ഫോൺ വിളിക്കും. അവിടെ ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് എക്സാം ഇല്ല. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ HDFC ബാങ്കിന്റെ ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് എക്സാം ഇല്ല. രണ്ട് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താലും അവിടെ എക്സാം ഇല്ല, ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആയിരിക്കും. അപ്പം ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് ഞാൻ തരുന്നത് ഇതാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ കേരളത്തിലെ വേക്കൻസികളെ പറ്റിയുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ ഇവിടെ ടെക്നിക്കൽ അപ്രൈസർ കോട്ടയം മൂവാറ്റുപുഴയിലുള്ള വേക്കൻസി ഇവിടെ ഉണ്ട്. ടെക്നിക്കൽ അപ്രൈസർ കോട്ടയം മൂവാറ്റുപുഴ. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, 2 വർഷമാണ്. അതുകൂടാതെ ഓപ്പറേഷൻ ക്രെഡിറ്റ് പ്രോസസിംഗ് കൊച്ചിയിലുണ്ട്. റിക്വയർഡ് എക്സ്പീരിയൻസ് 2+ ഇയർ ആണ്. എക്സ്പീരിയൻസ് വിൽ ബി ആൻ ആഡഡ് അഡ്വാൻറ്റേജ്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം, പക്ഷെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിലുള്ള ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, MCom, CA ഓർ MBA അങ്ങനെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. ഇവിടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ, നിങ്ങൾ ആ പോസ്റ്റിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലൂടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. അപ്പം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതൊരു വിൽ ബി ആൻ ആഡഡ് അഡ്വാൻറ്റേജ്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഇതിനകത്ത് പറയുന്നത് റിക്വയർഡ് എക്സ്പീരിയൻസ് 2+ ഇയർ എക്സ്പീരിയൻസ് വിൽ ബി ആൻ ആഡഡ് അഡ്വാൻറ്റേജ്. അതായത് ഒരു അഡ്വാൻറ്റേജ് ഇട്ട് കാണത്തേ ഉള്ളൂ, പക്ഷെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. ആദ്യത്തെ വരുന്നത് കോട്ടയത്താണ്, ടെക്നിക്കൽ അപ്രൈസർ കോട്ടയം. ഓപ്പറേഷൻ ക്രെഡിറ്റ് പ്രോസസിംഗ് ആണ്, കൊച്ചിയിലാണ് ഇതിന്റെ. ഇവിടെ നിങ്ങൾക്ക് കാണാം, കൊച്ചിയിലാണ് ഇതിന്റെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചിയിലുള്ള ഇതിന്റെ ഇത്രയും ഒരു ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് 2+ ഇത് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതുകൂടാതെ എഡ്യൂക്കേഷൻ ഗ്രാജുവേറ്റ് ആണ്. നിങ്ങൾക്ക് കൂടുതൽ ഇവിടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ കൊച്ചി എന്ന് കാണിച്ചിരിക്കുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഇച്ചിരി കൂടെ വലുതായിട്ട് ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ക്രെഡിറ്റ് പ്രോസസിംഗ് അപ്രൈസൽ ടു ക്രിയേറ്റ് എ ക്വാളിറ്റി പോർട്ട്ഫോളിയോ മൈ മാനേജിങ് റിസ്ക് ത്രൂ. നിങ്ങൾ ഇത് വായിച്ചു നോക്കണം എന്തൊക്കെയാണ് ഇവിടെ പറയുന്നതെന്ന്. ഓരോ പോയിന്റും അവർ പ്രത്യേകം പറയുന്നുണ്ട്. ലൊക്കേഷൻ തന്നിട്ടുണ്ട് കൊച്ചി. നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പം ബാക്കി ഇവിടെ ക്വാളിഫിക്കേഷൻ ഫ്രഷ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ അവിടെ എക്സ്പീരിയൻസ് കണ്ടുകൊണ്ട് അപ്ലൈ ചെയ്യാതിരിക്കല്ലേ. ഇവിടെ ഫ്രഷ് / എക്സ്പീരിയൻസ്ഡ് BCom ഗ്രാജുവേറ്റ്
MCom, CA or MBA having good and consistent academic record with a 60% മാർക്ക്. അപ്പം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ യോഗ്യതയുമായിട്ട്, നിങ്ങളുടെ പ്രൊഫൈലുമായിട്ട്, ജോബ് പ്രൊഫൈലുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം ഇത് ഒരുപാടുണ്ട്. ടെക്നിക്കൽ അപ്രൈസർ കോട്ടയമുണ്ട്, ഓപ്പറേഷൻ ക്രെഡിറ്റ് പ്രോസസിംഗ് കൊച്ചിയുണ്ട്, അത് കഴിഞ്ഞാൽ ബിസിനസ് ഡെവലപ്മെന്റ് കാലിക്കറ്റിലുമുണ്ട്, ഇത് കണ്ണൂരിലുമുണ്ട്, കോഴിക്കോടുമുണ്ട്, കണ്ണൂരിലുമുണ്ട് ഇത്. അപ്പം റിക്വയർഡ് എക്സ്പീരിയൻസ് ഇവിടെയും പറയുന്നുണ്ട്. നിങ്ങൾ ഓരോന്നും ചെക്ക് ചെയ്യും. ഇവിടെ തൃശ്ശൂരിന്റെയാണ് ഓപ്പറേഷൻ ഫ്രണ്ട് ഓഫീസ്, തൃശ്ശൂർ കാലിക്കറ്റ് 2 സ്ഥലത്ത് ഇതിന്റെ വേക്കൻസി ഉണ്ട്. ഇവർ എത്ര വേക്കൻസി ആണെന്ന് ഇവിടെ പറയുന്നില്ല. അപ്പം ആൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസി ആയതുകൊണ്ട് ഒരുപാട് വേക്കൻസികളുണ്ട് ഇതിനകത്ത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ടെക്നിക്കൽ അപ്രൈസർ മാർത്താണ്ഡം തമിഴ്നാട്ടിലെ വേക്കൻസിയാണ് ഇതുള്ളത്. ഇത് എല്ലാത്തിനും 2 year റിക്വയർഡ് 2+ year എക്സ്പീരിയൻസ് വിൽ ബി ആൻ ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് എക്സ്പീരിയൻസ് കാര്യമാക്കല്. പിന്നെ വരുന്നത് നമ്മുടെ ആൾ ഓവർ ഇന്ത്യയുടെ ഒരു വേക്കൻസികളായി ഇതിനകത്ത് വരുന്നത് ഞാൻ പറഞ്ഞു. മാനേജർ ഓഡിറ്റ് ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസ് ഇതുള്ളത് മുംബൈയിലാണ്. ക്രെഡിറ്റ് അപ്രൈസർ ഉണ്ട്, പൂനെയിലുണ്ട്, പട്നയിലുണ്ട്, ഡൽഹിയിലുണ്ട്. അപ്പം വീണ്ടും ഇവിടെ ഈ തന്നിരിക്കുന്ന ലോഡ് മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും അതിന്റെ ഇത് വന്നുകൊണ്ടിരിക്കും. അത് ലീഗൽ അപ്രൈസർ ഡൽഹിയിലുണ്ട്. പ്രഷറിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇവിടെ അതിന്റെ കാര്യങ്ങൾ നോക്കുക. അപ്പം നിങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ല, നിങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, സ്റ്റേറ്റുകളിൽ നിങ്ങൾ ജോലി നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വെൽ ആൻഡ് ഗുഡ് നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഇതിനകത്ത് ഒരുപാട് റിലേഷൻഷിപ്പ് കളക്ഷൻ ഓഫീസറുണ്ട്, റിലേഷൻഷിപ്പ് മാനേജറിന്റെ ഉണ്ട്. ബാംഗ്ലൂരിന്റെ വേക്കൻസി, അത് ബാംഗ്ലൂരിന്റെ വേക്കൻസി ശ്രദ്ധിച്ചോണം. പിന്നെ ക്രെഡിറ്റ് അപ്രൈസർ സെൽഫ് എംപ്ലോയ്ഡ് മുംബൈ ഉണ്ട്, റിലേഷൻഷിപ്പ് മാനേജർ റീറ്റെയിൽ ലീഡിംഗ് മുംബൈയിലുണ്ട്. ഞാൻ തന്നിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു മോഡിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുക, ഇവിടെ ലൊക്കേഷൻ സെർച്ച് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നിടക്ക് ഞാൻ ലൊക്കേഷൻ, നമ്മുടെ കേരളത്തിലുള്ള ലൊക്കേഷൻ ഞാൻ തമിഴ്നാട്ടിൽ തന്നിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ പറയുന്നുണ്ട് കോട്ടയത്തുണ്ട്, കൊച്ചിയിലുണ്ട്, പിന്നെ ഇത് കൊച്ചി കഴിഞ്ഞ ഉടനെ കണ്ണൂരിലുണ്ട്, തൃശ്ശൂരിലുണ്ട്, മാർത്താണ്ഡം തമിഴ്നാട്ടിലുണ്ട്, മുംബൈയിലുണ്ട്. അങ്ങനെ പല സ്റ്റേറ്റുകളിലും അല്ലെങ്കിൽ പല ഡിസ്ട്രിക്റ്റുകളിലും ഇതിന്റെ വേക്കൻസി ഉണ്ട്. അപ്പം ഇതാണ് ഒരു രീതി ഇതിനകത്ത് അപ്ലൈ ചെയ്യുവാനുള്ള. അതായത് നിങ്ങൾ ഗ്രാജുവേറ്റോ അതിനു മുകളിൽ നിങ്ങൾ ബിരുദമുള്ളവരോ ആണെങ്കിൽ നിങ്ങൾക്ക് 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കട്ടെ ഇല്ലായിരിക്കട്ടെ, എക്സ്പീരിയൻസ് ഇവിടെ കാര്യമല്ല. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് ഈ ഒരു വെബ്സൈറ്റിൽ വന്ന് ഇത് ചെയ്യുക. അതായത് നിങ്ങൾ ഗ്രാജുവേറ്റ് ബിരുദമുള്ളവരായിക്കോട്ടെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ MBA ബിരുദമുള്ളവരായിരിക്കോട്ടെ, അല്ലെങ്കിൽ അതിനെക്കാട്ടി കൂടി നിങ്ങൾ BTechോ MTechോ MCAയോ CAയോ ഒക്കെ ആയിക്കോട്ടെ, അങ്ങനെയുള്ളവർക്കൊക്കെ HDFCയിൽ പറ്റിയ ഒരു വേക്കൻസിയാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഗ്രാജുവേറ്റിൽ കൂടുതൽ യോഗ്യതയുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. സപ്പോസ് ഞാൻ കണ്ണൂരിൽ ഇത് എനിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കണ്ണൂരിൽ പോയി, അതായത് ഞാൻ ബിസിനസ് ഡെവലപ്മെന്റ് കാലിക്കറ്റ്, കണ്ണൂർ ഈ 2 സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണിത്. ഞാൻ ഈ കണ്ണൂർ എന്നുള്ളതിനകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കണ്ണൂർ എന്നുള്ള ഈ ഒരു ലൊക്കേഷൻ കാണിച്ചിരിക്കുന്ന ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് അവിടുന്ന് താഴോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇപ്പോൾ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ടൈറ്റിൽ എന്താണെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. അതായത് മിസ്സാണോ, മിസ്സസ് ആണോ, MR ആണോ, മിസ്സസ് ആണോ, ഡോക്ടറാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. നെയിം കഴിഞ്ഞ് നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമെയിൽ ID ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റിയാണ് ഇമെയിൽ ID. അപ്പോൾ ആ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇമെയിൽ ID മാത്രം കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നിങ്ങൾ മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ള ഇവിടെ കൊടുക്കുക. മെരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക. സിംഗിൾ ആണോ മാരീഡ് ആണോ എന്നുള്ളത്. ലാംഗ്വേജ് നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം, നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ ക്ലിക്ക് ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് അറിയോ അറിയാതിരിക്കട്ടെ. അനദർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ 1-2 നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് പറ്റിയത് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. മറാഠി അല്ലെങ്കിൽ
തമിഴ് അല്ലെങ്കിൽ ഹിന്ദി ഒരുപക്ഷെ തമിഴ് അറിയാവുന്നവർ കാണുമായിരിക്കും. അപ്പം പിന്നെ കോണ്ടാക്ട് ഇൻഫോർമേഷൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. സെലക്ട് സ്റ്റേറ്റ് നിങ്ങൾ കൊടുക്കണം. ഇവിടുന്ന് സെലക്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് നിങ്ങൾക്ക് സെലക്ഷൻ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് സെലക്ട് സിറ്റി കൊടുക്കുക, പെർമനന്റ് അഡ്രസ് കൊടുക്കുക, അവിടെയും സ്റ്റേറ്റും സിറ്റിയും കൊടുത്ത് മൊബൈൽ നമ്പർ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. കാര്യം അവരുടെ മെസ്സേജ് വരുന്നത് ഈ ഒരു മൊബൈൽ നമ്പർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് വേറൊരു മൊബൈൽ നമ്പർ, 2 മൊബൈൽ നമ്പർ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു മൊബൈലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ, ടെക്നിക്കൽ എറർ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ രണ്ടാമത്തെ മൊബൈലിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും, കോള് വരും. പിന്നെ അക്കാഡമിക് ഇൻഫോർമേഷൻ ഇവിടെ നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ എഴുതുക. ഇവിടെ ക്ലാസ് 10 തൊട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുക. സ്റ്റഡി കോളേജ് അത് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. എന്റർ പെർസെന്റേജ്, നിങ്ങളുടെ മാർക്കിന് കിട്ടിയ പെർസെന്റേജ് കൊടുക്കുക. സെലക്ട് പാസിംഗ് ഇയർ, നിങ്ങൾ ഏത് ഇയറിലാണ് പാസ്സായതെന്നുള്ളത് കൊടുക്കുക. അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുക്കുക. വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ ഇവിടെ കൊടുക്കുക. എന്റർ കമ്പനി നെയിം, എന്റർ ഡിസിഗ്നേഷൻ, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കറന്റിലി വർക്ക് കയറി ക്ലിക്ക് ചെയ്യുക. പിന്നെ ഫ്രം മന്ത് എന്നുതൊട്ടാണ് നിങ്ങൾ തുടങ്ങിയതും എന്നുതൊട്ടാണ് നിങ്ങൾ എത്ര എണ്ണം ഉണ്ട് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുക. കറണ്ട് CTC നിങ്ങൾക്ക് എന്താണ് ശമ്പളം, ഒരു വർഷം കിട്ടുന്ന ഒരു വർഷത്തെ ശമ്പളമാണ് അവർ ചോദിക്കുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ, റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ ഇവിടെ എഴുതണം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ചെയ്തു കഴിഞ്ഞിട്ട് താഴോട്ട് വരിക. പ്രൊഫൈഡ് സിറ്റി കൊടുത്ത് എനി റിലേറ്റീവ് കറന്റിലി വർക്ക് HDFCയിൽ നിങ്ങളുടെ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് ചെയ്യണം അല്ലെങ്കിൽ നോ ചെയ്യണം. അവരുടെ പേര് എഴുതണം. സെലക്ട് റിലേഷൻ, നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എഴുതണം. സെലക്ട് ലൊക്കേഷൻ എഴുതണം. അപ്പേഡ് ഫോർ ആൻഡ് ഇന്റർവ്യൂ വിത്ത് HDFC ബാങ്കിൽ ഇതിനു മുന്നേ നിങ്ങൾ ഇന്റർവ്യൂവിന് വിളിക്കുകയോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടോ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യെസ് ചെയ്യണം ഇല്ലെങ്കിൽ നോ ചെയ്യണം. സെലക്ട് ഇവിടെ പ്രൊഫൈൽ ഏതാ നിങ്ങളുടെ പ്രൊഫൈൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മൾ എടുത്തത് സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതേ വരത്തോളൂ. ഇനി സെലക്ട് ലൊക്കേഷൻ, നിങ്ങൾക്ക് ഏതായി ഇഷ്ടമുള്ള ഒരു ലൊക്കേഷൻ എടുക്കുക. ഇവിടെ നിങ്ങളുടെ ബയോഡേറ്റ, നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത ഡിക്ലെയർ ദാറ്റ് ദ ഇൻഫോർമേഷൻ ഐ ഹാവ് പ്രൊവൈഡഡ് ഈസ് ആക്യുറേറ്റ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യമേ ഉള്ളൂ. അപ്പൊ ഇത് കേരളത്തിലെ വേക്കൻസിയാണ്. നിങ്ങൾ ഇതിന് പറ്റിയ യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് അവിടെ കാര്യമില്ല, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി രണ്ടാമത്തെ ലിങ്കിലേക്കാണ് ഞാൻ പോകുന്നത്. രണ്ടാമത്തെ ലിങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബാങ്കുകാർ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസും ചോദിക്കാതെ തന്നെ നിങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റിൽ അവർ ചോദിക്കാതെ തന്നെ നിങ്ങൾ ഇത് വെബ്സൈറ്റിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ, നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ എന്താണ്, നിങ്ങൾക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, എന്തൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ബാങ്കുകാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ അവരുടെ വെബ്സൈറ്റിൽ ആ ഒരു ഡീറ്റെയിൽ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിലും ബാങ്കിന്റെ ആ ഒരു പ്രൊഫൈൽ, ജോബ് പ്രൊഫൈലുമായിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും വിളിക്കും. ഇതൊരു 10-20 ദിവസത്തിനുള്ളിൽ നിങ്ങളെ വിളിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് താഴോട്ട് പോവുക, നേരെ താഴോട്ട് പോവുക. താഴെ ചെന്ന് കഴിയുമ്പോൾ ഇതിലുമൊക്കെ താഴെ വരണം. താഴെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കണ്ട ഇത് കം ജോയിൻ, ഇവിടെ എഴുതിയിട്ടുണ്ട് കം ജോയിൻ ദ വിന്നിംഗ് ടീം. അപ്പം ഈ വിന്നിംഗ് ടീമിൽ ഇവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. വേറെ അങ്ങ് നിങ്ങൾ പോകല്ലേ. മുകളിലൊക്കെ ഒരുപാട് ലിങ്ക് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കാം അവിടെ ഏതെങ്കിലും വേക്കൻസി, വേറെയും ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട്. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കണ്ടത് നിങ്ങൾക്ക് പറ്റിയൊരു യോഗ്യത ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് അതിന് പറ്റിയ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ആ ഒരു കേരളത്തിലുള്ള വേക്കൻസിയുടെ പ്രൊഫൈലിന് പറ്റിയ ഒരു യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പറയുന്നത് കം ജോയിൻ ദ വിന്നിംഗ് ടീം. വിന്നിംഗ് ടീമിന്റെ കൂടെ HDFC ബാങ്ക് എന്ന് പറഞ്ഞാൽ വളരെ നല്ല റെപ്യൂട്ടഡ് ആണ്, ഗവൺമെന്റ് ഇത് ബാങ്കാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് മെയിൻ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ഫീസ് അടയ്ക്കേണ്ട, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ഇതിനകത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അതാണ് മെയിൻ കാര്യം. അപ്പൊ ഇവിടെ നിങ്ങൾ കൊടുക്കുക അപ്പൊ ഇവിടെ നിങ്ങൾ എന്നാ മിസ്റ്റർ ആണോ മിസ്സസ് ആണോ എന്ന് കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, ഇവിടെ ലാസ്റ്റ് നെയിം കൊടുക്കുക. ഇവിടെ മെയിൽ ആണോ
ഫീമെയിൽ ആണോ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഇമെയിൽ ലാസ്റ്റ് നെയിം കൊടുക്കുക. ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി ആയിരിക്കണം. ഇമെയിൽ ഐ ഡി എല്ലാവർക്കും ഉണ്ടായിരിക്കണം. നിങ്ങൾ 10ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ഒക്കെ പാസ്സായിക്കോട്ടെ, എങ്കിലും നിങ്ങൾ ഇതിനകത്ത് അപേക്ഷിച്ചിരിക്കണം. ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക. പ്രിഫേർഡ് നിങ്ങൾ ഏത് ലൊക്കേഷനിലാണ് നിങ്ങൾ ജോലി ആവശ്യപ്പെടുന്നു എന്നുള്ളത് ഇവിടെ കൊടുക്കുക. ഇനി വർക്ക് എക്സ്പീരിയൻസ് ഇങ്ങോട്ട് കൊടുക്കുക. നോട്ടീസ് നിങ്ങൾക്ക് എത്ര വർഷത്തെ നോട്ടീസ് പീരീഡ് വേണം. അതായത് ഇവര് നിങ്ങളെ ജോബിന് വിളിച്ചാൽ നിങ്ങൾക്ക് എത്ര മാസം എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഉണ്ട് ലെസ് ദാൻ 15 days, 15 to 30 days, 30 to 60 days, 60 to 90 days ഇവിടെ പറയുന്നുണ്ട്. കറണ്ട് ജോബ് റോൾ, ഇപ്പോൾ നിങ്ങൾ ജോബ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഡെസിഗ്നേഷൻ ഇവിടെ എഴുതുക. ഹയസ്റ്റ് എഡ്യൂക്കേഷൻ നിങ്ങളുടെ എന്താണ് ഇവിടെ ചോദിച്ചിട്ട്, അതായത് ഇവിടെ ഏറ്റവും കുറഞ്ഞ ക്വാളിഫിക്കേഷൻ തൊട്ട് മേലോട്ടുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അതേഴ്സിൽ പോയി നിങ്ങൾക്ക് വേണം ഇവിടെ അതേഴ്സ് ഒന്നും കൊടുക്കാം. അപ്പം 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ യോഗ്യതയുള്ളവർക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞ കറണ്ട് ജോബ് അപ്ലോഡ് റെസ്യൂം. ഇവിടെ നിങ്ങളുടെ റെസ്യൂം നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇതായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. കറണ്ട് നിങ്ങളുടെ ലെവൽ എന്താണ്, നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ എന്താണ്, അത് കണക്ക് CV അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ അയക്കണം. നിങ്ങളുടെ CV നിങ്ങൾ കറണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ജോബ് പ്രൊഫൈൽ എന്താണോ, നിങ്ങളുടെ അപ്ഡേഷൻ എന്താണോ അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് CV അപ്ഡേറ്റ് ചെയ്തേ നിങ്ങൾ ചെയ്യാവുള്ളൂ. നിങ്ങൾ ഏത് പോസ്റ്റിനാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്, നിങ്ങൾ ഇവിടെ ഒരുപാട് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏത് പോസ്റ്റിനാണെന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കി ഈ 3 നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതായത് എഗ്രി ചെയ്യുന്നതാണ്. നമ്മൾ എഗ്രി ചെയ്ത് ഈ ക്യാപ്ച ഇവിടെ എൻട്രി ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിനോടുകൂടി നിങ്ങളുടെ ഡീറ്റെയിൽ അവരുടെ ഇതിൽ പോവുകയും ഇതിന് വേണ്ടിയിട്ട്, അതായത് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, ഞാൻ HDFC ബാങ്കിൽ ജോലിയുള്ളവരുമായിട്ട് ഞാൻ ഇത് സംസാരിച്ച് അവര് പറയുന്നത് ഇങ്ങനെ, അതായത് ഇവര് ഇടാതെ തന്നെ വേക്കൻസി, അതായത് ഇന്ത്യയിലുള്ള ഇത് കണക്കുള്ള ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്നവരുടെ സെലക്ട് ചെയ്യാൻ വേണ്ടി അവരുടെ ആ ജോബ് പ്രൊഫൈലുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ടീം തന്നെ HDFC ബാങ്ക് നിയമിച്ചിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കാര്യം വെറുതെ ആകത്തില്ല. മെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ID നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വർക്കിംഗ് കണ്ടീഷനിലുള്ള ഇമെയിൽ IDയും അല്ലെങ്കിൽ മൊബൈലും കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ CV നിങ്ങൾ നല്ല കണക്ക് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ അപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും 15-20 ദിവസത്തിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വന്നിരിക്കും, കോള് വന്നിരിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും അത് കണക്ക് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.